കേരളത്തിൽ UDF അധികാരത്തിലെത്തിയിട്ട് ഒരു മാസം തികയുന്നേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ചില MLA-മാരും ചില മന്ത്രിമാരൊക്കെ തങ്ങൾ എങ്ങനെയാണ് ജയിച്ചത്, എന്തിനാണ് ഞങ്ങളെ ജനങ്ങൾ ജയിപ്പിച്ചത്, ഞങ്ങളുടെ ദൗത്യം എന്താണ്, ഞങ്ങൾ എന്താണ് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ എതിർകക്ഷികൾ തോറ്റത്, അവരിലെ പ്രശ്നം എന്തായിരുന്നു, അവരെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ, അവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യാതിരിക്കാൻ എന്തായിരുന്നു കാരണം, ഈ കാര്യങ്ങളൊക്കെ മറന്നുപോയി എന്നാണ് തോന്നുന്നത്. മറന്നുപോയല്ല, ചില ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുണ്ട്. എന്തിനാണ് ജനങ്ങളെ ഞങ്ങൾ ജയിപ്പിച്ചത്, എന്താണ് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്, എന്താണ് ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇതൊന്നും അവർക്ക് മനസ്സിലാവാതെ എങ്ങനെ നിന്നു, ജയിച്ചു, മന്ത്രിയായി, അതുപോലെയാണ് നമുക്ക് തോന്നുക ചില ആൾക്കാരുടെ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും കാണുമ്പോൾ. അതിൽ അങ്ങനെ തോന്നിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ആളുകളുണ്ടെങ്കിൽ, UDF-ൻ്റെ MLA-മാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും ഒക്കെ അവർക്ക് ഓർമ്മിപ്പിക്കാനാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 2026 തുടക്കത്തിൽ, ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ, നമ്മളെ നിയുക്ത ഇപ്പോഴുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിന് ഒരു ഉറപ്പ് കൊടുത്തിട്ടൊരു പ്രഭാഷണം നടത്തിയിരുന്നു. അങ്ങനത്തെ ഒരുപാട് പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്, ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ്, ആ പ്രസംഗങ്ങൾ, ആ വാക്കുകൾ, വാഗ്ദാനങ്ങൾ, അതൊക്കെയാണ് കേരളം അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ, അല്ലെങ്കിൽ UDF-നെ വിജയിപ്പിക്കാൻ ഉള്ള കാരണമായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ആ വാക്ക് അത് മറന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രസംഗം ഒന്നുകൂടെ കേൾക്കാം. നമുക്ക് മതേതരത്വം പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അതിന് കാപട്യമല്ല വേണ്ടത്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടി ശക്തമായ ആ വാക്കുകൾക്കാണ്, ഇതുപോലത്തെ ഒരുപാട് പ്രസ്താവനകൾക്കാണ് കേരളം വോട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഒരിക്കലും അദ്ദേഹത്തിൽ കോംപ്രമൈസ് ചെയ്യൂല. അതിന് എത്ര വോട്ട് ചോർച്ചുണ്ടായാലും വോട്ട് പോട്ടെ എന്ന് വെക്കും എന്ന് പറഞ്ഞ ആ വാക്കിനെ പറ്റിയൊക്കെ ഒരുപാട് പറയുന്നുണ്ടല്ലോ. ആ വാക്ക്, ആ പ്രോമിസ്, ആ ഉറപ്പ്, അതിനാണ് കേരളം വോട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ പറ്റട്ടെ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ, അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ എല്ലാ കാര്യങ്ങളിലും അത്തരത്തിൽ മതേതരത്വം ഉറപ്പുവരുത്താൻ പറ്റട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള ചില ആളുകൾ ഇത് മറന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരത് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ വിഷയം അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇദ്ദേഹം ഇതിൽ പ്രശ്നം വലിച്ചിരിച്ച് തുടങ്ങുന്നൊരു കാര്യമുണ്ടല്ലോ, അഥവാ ഒരാളെ കാറിൽ കയറ്റിയ വിഷയം പറയുന്നുണ്ടല്ലോ. ആരെ കാറിൽ കയറ്റിയ വിഷയം പറയുന്നത്, ആര് കയറ്റിയ വിഷയം പറയുന്നത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്നത്തെ മുഖ്യമന്ത്രി, വെള്ളാപ്പള്ളി നടേശൻ എന്ന അത്രയും വർഗീയത പറയുന്നൊരു മനുഷ്യൻ, ആ മനുഷ്യനെ കാറിൽ കയറ്റിയെന്നുള്ളതാണ് പ്രശ്നം. അഥവാ ആ മനുഷ്യനെ കാറിൽ കയറ്റിയത് കൊണ്ടും പൊന്നാട അണിയിച്ചുകൊണ്ടാണ് ഇത്രത്തോളം വിമർശിക്കുന്നത്. അതിനുശേഷമാണ് മതേതരത്തെ പറ്റി പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യനെ ആദരിക്കുക എന്ന് പറയുന്നത്, ആ മനുഷ്യനെ പൊന്നാട അണിയിക്കുക എന്ന് പറയുന്നത്, ആ മനുഷ്യനെ കാറിൽ കയറ്റുക എന്ന് പറയുന്നതൊക്കെ മതേതരത്വത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് VD സതീശൻ അഥവാ ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. അതേ മനുഷ്യനെ കേരളത്തിൻ്റെ മന്ത്രിമാരുള്ളതായിട്ടുള്ള ബിന്ദു കൃഷ്ണ അങ്ങോട്ട് പോയിട്ട് കാണുന്നു. എന്നിട്ട് അനുഗ്രഹം വാങ്ങുന്നത് പോലെ താണ് കേണ് വഴങ്ങി അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നു. ഇതെന്ത് സന്ദേശമാണ് മുന്നോട്ട് കൊടുക്കുന്നത്? സമൂഹത്തിലേക്ക് നിങ്ങളെ ഇങ്ങനെ പറഞ്ഞങ്ങളെ ഇത് പറഞ്ഞുകൊണ്ട് മതേതരത്വത്തിൽ ഒരു നിരക്കും കോംപ്രമൈസ് ഉണ്ടാവില്ല, ഇങ്ങനത്തെ വർഗീയ ശക്തികളെ കാറിൽ കയറ്റില്ല, പൊന്നാട അണിയിക്കില്ല, അതൊക്കെ പ്രശ്നമാണല്ലോ. പൊന്നാട അണിയിക്കുന്നൊക്കെ പ്രശ്നമായതുകൊണ്ടാണല്ലോ അതിനെ പ്രത്യേകം എടുത്ത് പറയുന്നത്, വിമർശിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യൂല, ഞങ്ങൾ അത്തരത്തിൽ നിലപാടിൽ ശക്തരായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഞങ്ങൾ ജയിപ്പിച്ചൊരു MLA, ഞങ്ങളുടെ മന്ത്രിയായിട്ട് മാറിയ ഒരാളെ, ആ ആളെ ഇത്തരത്തിലൊരു വർഗീയ വേഷത്തിന് മുമ്പിൽ താണ് കേണ് നിൽക്കുന്നതായിട്ടും അദ്ദേഹത്തിനടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങുന്നതായിട്ടും അങ്ങോട്ട് പോയിട്ട് സന്ദർശിക്കുന്നതായിട്ടൊക്കെയാണ് ഞങ്ങൾ കാണേണ്ടത്. അല്ലെങ്കിൽ അതാണോ നിങ്ങളെ ജയിപ്പിച്ച ആളുകൾക്ക് നിങ്ങൾ തിരിച്ചു കൊടുക്കുന്ന കാര്യം? ഒരു മന്ത്രിയെ ഇങ്ങോട്ട് വന്ന് കാണുന്നത് പോലെ അല്ലോട്ടോ അങ്ങോട്ട് പോയത് കാണുന്നത്. ഇപ്പോൾ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് വന്നിട്ട് തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ സന്ദർശിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് മന്ത്രിമാർ സന്ദർശിക്കാൻ പല ആളുകളും വരും. അത് നമുക്ക് ആശയപരമായിട്ട് വ്യത്യാസമുള്ള ആളുകളൊക്കെ വരാം. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു മന്ത്രിക്ക് അദ്ദേഹത്തെ കാണേണ്ടി വരും, ആതിഥ്യം കൊടുക്കേണ്ടി വരും, സംസാരിക്കാനുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. അവിടെ
ഐഡിയോളജിക്കലി ആശയപരമായിട്ട് വ്യത്യാസമുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ നിലപാടിലേക്കും നയങ്ങളിലേക്കൊന്നും കയറി പോരുത്, പക്ഷെ ആദ്യത്തെയും കൊടുത്തുകൊണ്ട് ആളുകൾ തിരിച്ചേക്കാം. അതുപോലെയല്ല അങ്ങോട്ട് പോയിട്ട് കാണുന്നത്. പിന്നെ സംസാരിക്കും ചർച്ചയും ചെയ്യുന്നത് പോലൊന്നുമല്ല താണ് കേണ് വഴങ്ങി നിൽക്കുന്നത്. അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതേ പ്രശ്നം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കേരളത്തിൻ്റെ നിലവിലെ ആഭ്യന്തരമന്ത്രിയിൽ നിന്നുണ്ടായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം തുഷാർ വെള്ളാപ്പള്ളി അങ്ങോട്ട് പോയിട്ട് കാണുന്നു. തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുമ്പോൾ NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള BDJSൻ്റെ സംസ്ഥാന നേതാവാണ്. അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ്റെ മകനാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പോലെ വർഗീയത അങ്ങനെ നിരന്തരം പറഞ്ഞു നടക്കുന്ന മനുഷ്യനൊന്നുമല്ല. പക്ഷേ വർഗീയ കക്ഷികളായിട്ടുള്ള NDAയുടെ സഖ്യകക്ഷിയാണ് അദ്ദേഹം. NDAയുടെ ഉന്നത സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു. അത് രമേശ് ചെന്നിത്തല പോയത് മറ്റൊരു NDA നേതാവിൻ്റെ വീട്ടിലേക്കാണെന്നുള്ളതും അതിനിടക്ക് തുഷാർ വെള്ളാപ്പള്ളി അവിടെ ഉണ്ടായതാണെന്നുള്ളതും അങ്ങനെ പല പല വിശദീകരണങ്ങൾ വരുന്നുണ്ട്. രമേശ് ചെന്നിത്തല അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. തെറ്റാണത്. അതിനി എങ്ങനെയൊക്കെ ആണെങ്കിലും എങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾ നൽകിയ വാഗ്ദാനം വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അത് തെറ്റാണ്. അവിടെ ഒരു വർഗീയ കക്ഷിയെ അങ്ങോട്ട് പോയിട്ട് കാണുകയും അതേപോലെ തന്നെ അവരിൽ നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും സ്വീകരിക്കുക ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരോട് അത്തരത്തിൽ ഒരു സമീപനം സ്വീകരിക്കുന്നത് നിങ്ങളുടെ വാഗ്ദാനത്തിന് നേർ വിപരീതമാണ്, വിരുദ്ധമാണ്. അവിടെ രമേശ് ചെന്നിത്തലിൻ്റെ മുന്നത്തെ നിലപാടുകളിലും ആ പ്രശ്നങ്ങളുണ്ട്. മുന്നേ അദ്ദേഹം ഈ കാറിൽ കയറ്റുന്ന വിഷയം വളരെ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ അദ്ദേഹം ഒരു എവിടെയും തൊടാത്ത മറുപടി പറഞ്ഞിട്ടാണ് അതിനെ ഒഴിവാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഞാൻ കാറിൽ കയറ്റുന്നതാണ്, പക്ഷേ അതിനുശേഷം പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഞാൻ നിങ്ങളെയും കാറിൽ കയറ്റും, അങ്ങനെ ഇൻ്റർവ്യൂവറോടും പറയുന്നു ഞാൻ ആരെ വേണമെങ്കിലും കാറിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിലപാടിൽ കൃത്യതയും വ്യക്തതയും ഇല്ലാത്തൊരു മറുപടിയാണ് പറഞ്ഞത്. അതിനല്ല കേരളം വോട്ട് ചെയ്തത്. അങ്ങനെ നല്ലൊരു വ്യക്തത ഇല്ലാത്തൊരു മറുപടി എന്നുകൊണ്ട് ആരും വോട്ട് ചെയ്യില്ലല്ലോ. അതിനല്ല കേരളം വോട്ട് ചെയ്തത്. കേരളം വോട്ട് ചെയ്തത് എന്തിനാണ്? ഈ കൃത്യമായ നിലപാടാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ പ്ലേ ചെയ്ത കേരളത്തിൻ്റെ CM പറഞ്ഞ ഇതൊരു പ്രസ്താവനയൊന്നുമല്ല, ഒരു പ്രസംഗമൊന്നുമല്ല. ഇങ്ങനത്തെ അനേകം പ്രസ്താവനകൾ, അനേകം ഉറപ്പുകൾ, അനേകം വിമർശനങ്ങൾ, അതിനാണ് കേരളം വോട്ട് ചെയ്തത്. ആ വോട്ടിന് തിരിച്ച് നിങ്ങൾ നൽകേണ്ടത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ല. അതൊരു മാസമായിട്ടേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് ഇവിടെ രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ഒന്ന് പറഞ്ഞാൽ ഒരു മാസമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനം ഇനിയും വലിയ രീതിയിൽ വളർന്നു പോകുമോ എന്നുള്ളൊരു ഭയം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം തന്നെ തിരുത്തി കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ തിരുത്തലിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ, കറക്റ്റ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ചെയ്യും. എന്നാൽ വളർന്ന് പന്തലിക്കാൻ സാധ്യത, ഒരാശങ്ക അത് അവിടെ കിടക്കുന്നുണ്ട്. കാരണം തുടങ്ങിയിട്ടുള്ളല്ലോ. അപ്പോൾ കേരളം എന്താണ് നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത് ആദ്യം മനസ്സിലാക്കുക. എന്തായിരുന്നു LDF സർക്കാരിനെ തോൽപ്പിക്കാനുള്ള കേരളത്തിന് കാരണം? വികസനമാണോ? വികസനത്തിൽ ഒരുപാട് പ്രവർത്തനം അവർ ചെയ്തിട്ടുണ്ട്. വിമർശിക്കാനുള്ള കാരണങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും അതിലൊരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കേന്ദ്രം ഫണ്ടൊക്കെ തടയുന്ന സമയത്ത് പോലും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഫാക്ടേഴ്സൊക്കെ ആയിട്ടുണ്ടാവാം. പിന്നെ വേറെ കുറേ ഫാക്ടേഴ്സൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷെ വളരെ വിസിബിളായിട്ട് കേരളം പ്രധാനമായിട്ട് ചർച്ച ചെയ്ത ഫാക്ടേഴ്സിൽ ഒന്നെന്താണ്? അവിടെ വർഗീയതയോട് അവർ ശക്തമായിട്ടുള്ള എതിർ നിലപാടെടുക്കുന്നില്ല. വർഗീയതയോട് എപ്പോഴും ഒരു സമരസപ്പെടുന്ന രീതിയിൽ അത് ചെയ്യുന്ന ആളുകളെ തള്ളി പറയാതെ, ചെയ്യുന്ന ആളുകളുടെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ മാത്രം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം വലിയ വർഗീയത പറഞ്ഞപ്പോൾ, അദ്ദേഹം മലപ്പുറം ജില്ലയിൽ ഈഴവർക്ക് ശ്വാസം മുട്ടു എന്ന് പറഞ്ഞപ്പോൾ, നായാടി മുതൽ നസ്രാണി വരെ മുസ്ലിംക്കെതിരെ ഒന്നിക്കണം എന്നുള്ളത് വ്യംഗ്യമായി പറഞ്ഞപ്പോൾ, പല രീതിയിലുള്ള വർഗീയത പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ സ്റ്റേജിലിരുത്തുന്നു, മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റുന്നു, പൊന്നാട അണിയിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ നാവിൽ സരസ്വതി വിളയാടുന്നു എന്ന് വരെ പറയുന്നു. ഇത് കേരളം എടുത്തെറിഞ്ഞതാണ്. ഇത് കേരളം വോട്ട് നൽകാതെ എടുത്ത് മാറ്റിവെച്ചതാണ്. നിങ്ങളതിനെ എതിർത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വോട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചത്. അതുകൊണ്ട് ഈ മനുഷ്യങ്ങൾക്ക് എതിരായിരുന്നു, ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ എതിരായിരുന്നു. എതിർന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു അദ്ദേഹങ്ങൾക്കെതിരെ? അദ്ദേഹം മാനസിക രോഗി എന്ന് വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരിക്കലും ഒരു നേതാവാകാൻ യോഗ്യനായിട്ടുള്ള ആളല്ല VD സതീശൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുന്നണിയെ മൊത്തത്തിൽ എതിർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 100 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കാക്ക മലർന്നു പറക്കുന്നു, ഞാൻ എൻ്റെ SNDP അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങളുടെ നിലപാടും അദ്ദേഹത്തിൻ്റെ നിലപാട് യോജിച്ച് പോകുന്നതല്ല എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ നയത്തെ, അദ്ദേഹത്തിൻ്റെ ആശയത്തെ എതിർക്കുന്നു എന്നതുകൊണ്ടാണ്. അദ്ദേഹവും നിങ്ങളും വിരുദ്ധമായിട്ടുള്ള വഴിയിലാണ് എന്നതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ എന്താ കേരളക്കാർ മനസ്സിലാക്കേണ്ടത്? എന്താ മലയാളികൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങളും അവരും അദ്ദേഹം ഒരേ വഴിയിലായി എന്നല്ലേ? ഒരേ വഴിയിലായെങ്കിൽ കേരളം തിരഞ്ഞെടുക്കില്ല എന്നല്ലേ കഴിഞ്ഞ ഇലക്ഷനിൽ കാണിച്ചത്? കേരളം പിന്നെ ഇതിനേക്കാൾ വ്യക്തമായിട്ട് കേരളം എങ്ങനെയാണ് പറയാം? കേരളം വർഗീയതയോട് നോ പറയുക പിന്നെ എങ്ങനെയാണ്? ഈ പ്രവർത്തനങ്ങളൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, കേരളത്തിൻ്റെ മനസ്സിനത് വേണ്ട. കേരളം എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും മനസ്സിലാക്കരുത് ഇതിന് കമ്മ്യൂണിറ്റി വോട്ട് കിട്ടുകയാണ്, നിങ്ങൾക്ക് 100 സീറ്റ് കിട്ടുന്ന ഒരിക്കലും മനസ്സിലാക്കരുത്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി കേരളത്തിൽ വോട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സഖ്യത്തിന് 100 സീറ്റ് ഇവിടെ കിട്ടുമോ? ഇല്ലല്ലോ. 3 കമ്മ്യൂണിറ്റികളും ഒരു പരിധിവരെ ബാലൻസിൽ പോപ്പുലേഷനുള്ള സംസ്ഥാനമാണ് കേരളം. എല്ലാ കമ്മ്യൂണിറ്റിയും കൃത്യമായി വർഗീയതയോട് നോ പറയുന്ന,
അവിടെ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത പറയുന്നുവെങ്കിൽ ക്രൈസ്തവരും ഹൈന്ദവരും അതിനെ എതിർക്കും. അതാണ് കേരളത്തിൻ്റെ നിലവിലെ അവസ്ഥ. സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളൊന്നും വെച്ച് ഒരിക്കലും കേരളത്തിൻ്റെ മനസ്സിനെ വിലയിരുത്തരുത്. കുറേ ഫേക്ക് ഐ ഡികൾ, ഒരു ഐ ഡിക്ക് 100 ഫേക്ക് ഐ ഡി ഉണ്ടാക്കി ചാറ്റ് ബോട്ടുകൾ വെച്ചും മറ്റൊക്കെ കമൻറ്റുകൾ കുത്തി നിറച്ച് എല്ലാവരും വർഗീയത ചിന്തിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കിയത് ഒരിക്കലും. ആ കുത്തി നിറക്കപ്പെട്ട കമൻറ്റുകൾ വെച്ച് ജനങ്ങളെ അളക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിപ്പോകും. ആ തെറ്റലുകളാണ് ഒരുപാടായിട്ട് കേരളത്തിലെ പല പൊളിറ്റിക്കൽ പാർട്ടീസിനും രാഷ്ട്രീയ പാർട്ടികളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് സോഷ്യൽ മീഡിയയിൽ കാണുന്നു, കേരളം മൊത്തം എങ്ങനെയാണ് വിചാരിക്കുന്നത്, അപ്പം ഞങ്ങളുടെ നയം എങ്ങനെ മാറ്റാം, അപ്പം ഞങ്ങൾ ഇങ്ങനത്തെ പ്രസ്താവനകൾ പറയാം, മറ്റേതിനോട് പ്രതികരിക്കേണ്ട, മറ്റേ വർഗീയ പ്രസ്താവന നമുക്ക് ഒഴിവാക്കി വെക്കാം, അല്ലെങ്കിൽ അതിനങ്ങനെ അങ്ങനെ പതുക്കെ ഒന്ന് ഇങ്ങനെ തലോടി വിടാം എന്നൊക്കെ വിചാരിച്ചിട്ട് തലോടി വിട്ട ആളുകൾക്ക് വോട്ട് കിട്ടുന്നില്ല. കാരണം ഇത് ഫേക്ക് ഐഡികൾ കമൻ്റ് ഇടുന്നു, ജനങ്ങൾ വർഗീയതയ്ക്കെതിരെ ചിന്തിക്കുന്നു. ഇങ്ങനെ വർഗീയ കക്ഷികൾ അനുകൂലിച്ച എല്ലാ ആളുകളും കേരളത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളിയെ മാത്രം ഉദാഹരണം എടുക്കാം. അദ്ദേഹത്തിൻ്റെ ലോക്സഭയിലെയും നിയമസഭയിലെയും അദ്ദേഹം ജയിപ്പിക്കാൻ പറയുന്ന ആളുകൾ ലിസ്റ്റ് എടുത്ത് നോക്ക്, അതിലൊരാൾ പോലും ജയിച്ച ചരിത്രമില്ല. ലിറ്ററലി എടുത്ത് പരിശോധിക്കാം. ലോക്സഭ ആണെങ്കിലും നിയമസഭ ആണെങ്കിലും ഇതിന് മുമ്പത്തെ ഒരുപാട് ഇലക്ഷൻസ് പരിശോധിക്കാം. അദ്ദേഹം ജയിപ്പിക്കാൻ പറഞ്ഞവരൊക്കെ തോൽക്കുന്നു, അദ്ദേഹം പരാജയപ്പെടുത്താൻ പറഞ്ഞവരൊക്കെ ജയിക്കും ചെയ്യുന്നു. അതിനർത്ഥം എന്താണ്? അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെയോ കേരളത്തിന് ഇഷ്ടമല്ല. അദ്ദേഹം ഒരു 10 കൊല്ലത്തിന് മുമ്പ്, ഒരു പതിറ്റാണ്ടിന് മുമ്പ് കേരളത്തിൽ നടുക്കിയൊരു സംഭവം ഉണ്ടായി. മാൻ ഹോളിൽ വീണ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നൗഷാദ് എന്ന് പറയുന്ന ഒരാൾ ഇറങ്ങി. അദ്ദേഹം അവിടെ രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ടു. അദ്ദേഹത്തിന് കൊടുത്ത കോമ്പൻസേഷൻ, അദ്ദേഹത്തിന് കൊടുത്ത ആനുകൂല്യം, ആ ആനുകൂല്യം അത് അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് കിട്ടിയതാണെന്ന് പറഞ്ഞ് അതിൽ പോലും വർഗീയത ഉണ്ടൊരു മനുഷ്യനാണ്. എത്രയോ കാലം മുതൽ വർഗീയത ഉള്ളിലുള്ള ആളാണ്. അതുകൊണ്ട് കേരളം മൊത്തം ഒഴിവാക്കിയ ആളാണ്. ആ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരാളെ എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നൊരു മന്ത്രിക്ക്? എന്താണ് അയാളിലൂടെ നിങ്ങൾ നേടാൻ ഉദ്ദേശിക്കുന്നത്, നേടാൻ ആഗ്രഹിക്കുന്നത്? ഇത് പല കോൺഗ്രസ്സുകാരും പബ്ലിക്കലി അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ എതിർക്കുന്നുണ്ട്. റിജിൽ മാക്കുറ്റിയുടെ ഫേസ്ബുക്ക് പ്രതികരണം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള യുവ കോൺഗ്രസ് നേതാക്കൾ മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ മന്ത്രി ബിന്ദു കൃഷ്ണ വീട്ടിൽ പോയി സന്ദർശിച്ച സംഭവത്തിൽ വലിയ അമർഷമാണ് UDF-ൽ പോകുന്നത്. യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും പരസ്യമായി തന്നെ മന്ത്രിയുടെ നടപടിയെ വിമർശിച്ചു. മന്ത്രിയുടെ നടപടി തെറ്റാണെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ മന്ത്രി തിരുത്തിയേ മതിയാകുമെന്നും പറഞ്ഞു. അങ്ങനെയുള്ള ഒരാളെ എന്തിന് കാണണം? അത് കണ്ട ശരിയായില്ല എന്നത് മന്ത്രി തന്നെ തുറന്നു പറയുന്നതാണ് അതിൻ്റെ മാന്യത, മര്യാദ. സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകന്മാരെയും UDF പ്രവർത്തകന്മാരെയും അപമാനിക്കുന്നത് തുല്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ട് ഒരു ഈഴവനും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തില്ലെന്നും ഈ യാഥാർത്ഥ്യം നേതൃത്വം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തിരിച്ചടി വലുതായിരിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാവും കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലറുമായ റിജിൽ മാക്കുറ്റി ഫേസ്ബുക്കിലൂടെ വിമർശിച്ചു. അത് വളരെ പോസിറ്റീവാണ്. അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അത് കൃത്യമായിട്ട് തിരുത്തുന്നുണ്ടെങ്കിൽ, ആ തിരുത്തലിലൂടെ ഈ 5 വർഷം മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഭരിക്കാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും നയത്തെ, ജനങ്ങളുടെ ഇംഗിതം, ജനങ്ങളുടെ ഉദ്ദേശം, ജനങ്ങളുടെ ആഗ്രഹം തങ്ങളുടെ നയമായിട്ട് വരുന്നുണ്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. അത് സ്വാഭാവികമായിട്ടും അവരുടെ വോട്ടായിട്ട് മാറും. അല്ലാത്ത പക്ഷം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ സർക്കാർ നേരിട്ടതിനേക്കാൾ ശക്തമായ വിമർശനം, ശക്തമായ ഓഡിറ്റ് കൃത്യമായി നിങ്ങൾ നേരിടും. അവിടെ ആരിലൊരു വിവേചനമോ അത്തരത്തിൽ ആരിലൊരു മാറ്റി നിർത്തലൊന്നുമില്ല. നയം, പ്രവർത്തനങ്ങൾ, നിലപാടുകൾ അത് കൃത്യമായി മതേതരത്വത്തിലും ജനാധിപത്യത്തിലും ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. അത് ഉറച്ചു നിന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഏത് സർക്കാരാണെങ്കിലും ഏതാളാണെങ്കിലും കൃത്യമായ ചോദ്യങ്ങളുണ്ടാവും, കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകളും ഓഡിറ്റും ആ തരത്തിലുള്ള ജനങ്ങളുടെ വിചാരണയും ഉണ്ടാവുന്നതാണ്. അത് നേരിടുക തന്നെ വേണ്ടി വരും. പിന്നെ ഒപ്പം തന്നെ സൂചിപ്പിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചില LDFൻ്റെ അനുകൂലരായിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ വളരെ ശക്തമായിട്ട് UDFൻ്റെ പ്രവർത്തനത്തെ വിമർശിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. ഇത്തരത്തിൽ വർഗീയത കേരളത്തിൽ ഉണ്ടാകുമ്പോൾ, അത്തരത്തിൽ വർഗീയമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ, വർഗീയ കക്ഷികളോട് സമരസപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ശക്തമായിട്ട് പ്രതികരിക്കണം. പക്ഷേ പ്രതികരിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം ഓർക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ നിലപാടെന്ന് വ്യക്തമാക്കണം. നിങ്ങളിപ്പോൾ അംഗീകരിച്ചിട്ടുണ്ടോ അതിനു മുമ്പ് പിണറായി വിജയൻ ചെയ്ത കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ VN വാസവൻ ചെയ്ത കാര്യങ്ങളൊക്കെ, അത്തരത്തിൽ LDFൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ചെയ്ത കാര്യങ്ങളൊക്കെ പ്രശ്നമാണ് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? അഥവാ അവർ ഈ വർഗീയ കക്ഷികളോട് ചെയ്ത കാര്യങ്ങൾ അനുകൂലിച്ചത്, സമരസപ്പെട്ടതൊക്കെ പ്രശ്നമാണ് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യം. നമുക്ക് 2 ഓപ്ഷനുകൾ കേട്ടോ. ഒന്നുകിൽ എന്ത് ചെയ്യുക, പിണറായി വിജയൻ ചെയ്തതും തെറ്റാണ്, ബിന്ദു കൃഷ്ണൻ ചെയ്തതും തെറ്റാണെന്ന് പറയാം. അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണൻ ചെയ്തതും ശരിയാണ്, പിണറായി ചെയ്തതും ശരിയാണെന്ന് പറയാം. അല്ലാതെ ബിന്ദു കൃഷ്ണൻ ചെയ്ത് മാത്രം തെറ്റും പിണറായി വിജയൻ ചെയ്ത് ശരിയുമാണെന്ന് പറയാനൊരു ഓപ്ഷൻ ഇല്ല.
രണ്ടുപേരും ചെയ്തത് ഒരേപോലെയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി അധികമാണ് പിണറായി വിജയൻ ചെയ്ത കാര്യങ്ങൾ. നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കുന്നു, വർഗീയത സംസാരിച്ച് തൊട്ട് ശേഷം പൊക്കി പറയുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിലപാടിനെ മാറ്റുന്നുവെങ്കിൽ അത് വളരെ ശ്ലാഘനീയമാണ്. വളരെ കൃത്യമായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ മനസ്സിലായിക്കൊണ്ട് കേരളത്തിൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ള മാറ്റമാണ്. അപ്പോൾ അതിനെ വലിയ രീതിയിൽ പ്രശംസിക്കുന്നു. ഇനി നിലപാട് മാറ്റാതെ വെറും വിമർശനത്തിന് വേണ്ടിയിട്ടുള്ള ഇരട്ടത്താപ്പാണെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളം അതിനെ ടോളറേറ്റ് ഒന്നും ചെയ്യില്ല, കേരളം അതിനെ അംഗീകരിക്കുകയൊന്നും ചെയ്യില്ല, അതിന് റിവാർഡൊന്നും ചെയ്യില്ല. സ്വാഭാവികമായിട്ടും അത് മറ്റെല്ലാത്തിനെയും പോലെ തള്ളപ്പെടും. വിമർശിക്കാൻ വേണ്ടിയല്ല, നിലപാടിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് നിലപാടിൽ മാറ്റങ്ങൾ വരുത്താം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഏറ്റവും കൃത്യമായി മതേതരത്വം പറയുന്ന LDF UDF മുന്നണികൾ ദ്വന്ദ്വം കേരളത്തിൻ്റെ ആരോഗ്യകരമായിട്ടുള്ള രാഷ്ട്രീയത്തിന് അനിവാര്യമാണ്. അവ മാറി മാറി വരലും അവക്കുള്ളിൽ നിന്ന്, അവയുടെ ഈ നയങ്ങൾക്കുള്ളിൽ നിന്നുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും രാഷ്ട്രീയ ചർച്ചകളുണ്ടാവലും കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് നിർബന്ധമാണ്. അതല്ലാത്ത പക്ഷം കേരളം എന്ന് പറയുന്ന ഒരു ആശയം വി.ഡി. സതീശൻ തന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കേരളം ഇവിടെ നിലനിൽക്കണമെങ്കിൽ അവിടെ പിണറായി വിജയനും വി.ഡി. സതീശനും നമ്മളെല്ലാം ഇവിടെ നിന്നില്ലാതായി പോകും. കേരളം എന്ന് പറയുന്ന ഒരു ആശയം, കേരളത്തിൻ്റെ ആ ഒരു തനത് രീതി ഇവിടെ നിലനിൽക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനാവശ്യമുള്ളത് ഈ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന രണ്ട് മുന്നണികളും LDF UDF മുന്നണികളുമാണ്. അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.